നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 5ലും 6ലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഏഴരശനി കാലമാണ്. രാഹു ജന്മരാശിയിലാണ്. രാഹു പ്രത്യേകിച്ച് ജന്മനക്ഷത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ്. പൊതുവെ ഗുണാനുഭവങ്ങളും ഒപ്പം പ്രതിസന്ധികളും ഉണ്ടായേക്കാം. വർഷകാലം ഏറെക്കുറെ സമ്മിശ്രമാകാം. എന്നാൽ കൂടുതൽ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. പുതുതായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഓരോ ചുവടുപ്പിലും ചതയ നക്ഷത്രക്കാർ കരുതലെടുക്കേണ്ടതാണ്. കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുക. ഉദ്യോഗസ്ഥരായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് തൊഴിലിടത്തിൽ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. സംഘടനകളിൽ വാക്കുകളൊക്കെ വിലമതിക്കുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ്. ഉപരിപഠനം ആശിച്ച വിധത്തിൽ പൂർത്തിയാക്കാനാവുന്നതാണ്. വലിയ തീർത്ഥയാത്രകളുടെ ഭാഗമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ ജോലി സ്ഥലത്തേക്ക് ഒപ്പം കൊണ്ടുപോയി താമസിക്കുന്നതിനും കുടുംബ ബന്ധത്തിലൊക്കെ കൂടുതൽ സന്തോഷാനുഭവങ്ങൾ ലഭിക്കുന്നതിനും പുതുവർഷത്തിൽ സാഹചര്യമുണ്ട്. കൂടാതെ പ്രണയ സാഫല്യം, സന്താനപ്രാപ്തി മുതലായ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും വീട് പണി അല്പം നീളുന്നതുമാണ്. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് സന്താന ഗുണം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ വർഷത്തിന്റെ പകുതിക്ക് ശേഷം രോഗപ്രശ്നത്താൽ വലഞ്ഞിരിക്കുന്നവർക്ക് രോഗശാന്തി ഉണ്ടാകുന്നതാണ്. രണ്ടാം പകുതിയിൽ ചതയ നക്ഷത്രക്കാർക്ക് ധനലാഭം കൂടുതലായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. ചതയ നക്ഷത്രക്കാർ രാഹുർദശയിലാണ് ജനിക്കുക. ഏകദേശം 10 വയസ്സ് വരെ രാഹുർദശ എന്ന കണക്ക് കൂട്ടി മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 26 വയസ്സ് വരെ വ്യാഴദശ, 45 വയസ്സ് വരെ ശനിദശ, 62 വയസ്സ് വരെ ബുധദശ, 71 വയസ്സ് വരെ കേതുർദശ, ശേഷം ശുക്രദശ എന്നിവയാണ്. അങ്ങനെ വരുമ്പോൾ 2026 വ്യാഴദശ, ബുധദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങളുള്ള ചതയ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാ ചതയ നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.